ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ATM അഞ്ജു ടോക്സ് മണി. ഇത് നമുക്ക് മണി മാനേജ്മെന്റിനെ പറ്റിയുള്ള രണ്ടാമത്തെ സ്റ്റോറി കേട്ടാലോ? ലെറ്റ്സ് സ്റ്റാർട്ട്. എല്ലാവരും ക്യാഷ് ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ഒരു കൂട്ടം ആൾക്കാർ ക്യാഷ് ഉപയോഗിക്കുന്ന ഒരു വെള്ളം പോലെയാ. അവർ ആ ഫ്ലോയിൽ അങ്ങ് ഒഴുക്കി ഒഴുക്കി അങ്ങ് കളഞ്ഞുകൊണ്ടിരിക്കും. ചിലർ ക്യാഷ് ഉപയോഗിക്കുന്നതോ അറ്റവും പിറ്റും ഒക്കെ പിടിച്ചിട്ട് മാക്സിമം സേവ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും പിടിച്ചു വെക്കും. എന്നാൽ ചിലരായിക്കോട്ടെ, അവർക്ക് ഒറ്റ ഷോട്ടിൽ അങ്ങ് കാഴ്ച കളയണം. വല്ല കസിനോയിലോ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് ക്യാഷ് അങ്ങോട്ടിടും, ബും എന്നുള്ള രീതിയിലാവും. ക്രേസി അല്ലേ? പക്ഷേ ഒരു ഷോക്കിംഗ് ട്രൂത്ത് പറയട്ടെ ഞാൻ. ദർ ഈസ് നോ വൺ ആക്ച്വലി ക്രേസി. ഇത് ദ സൈക്കോളജി ഓഫ് മണി എന്ന് പറയുന്ന ബുക്കിൽ നിന്നുള്ള ഒരു മൈൻഡ് ബ്ലോയിങ് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. 2008 വേൾഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് ടൈം. നമ്മുടെ ഓതറായിട്ടുള്ള മോഹൻ വെന്യൂ ബീച്ചിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലിഫോർണിയയിലുള്ള ഒരു കസിനോയിൽ കയറാൻ പറ്റി. അദ്ദേഹം അതിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ആളങ്ങ് ഷോക്കായി. എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിന് മുന്നിൽ $100 പണക്കെട്ടുകൾ മുന്നിലുണ്ട്. ആർ യു സീരിയസ്? ബ്ലാക്ക് ജാക്ക് ടേബിളിലല്ല ഇരിക്കുന്നത്. അദ്ദേഹം കളി തുടങ്ങി. ഫസ്റ്റ് റൗണ്ടിൽ ലക്കിൽ അദ്ദേഹം വിൻ ചെയ്തു. കിട്ടിയ കാശ് ഡബിൾ ആക്കാൻ കഴിഞ്ഞു. സെക്കൻഡ് ഹാൻഡിൽ അഗൈൻ ഫുൾ ബെറ്റ്. ലക്ക് വൺ. പക്ഷേ തേർഡ് ഹാൻഡിൽ അദ്ദേഹത്തിന് വിൻ ചെയ്യാൻ പറ്റിയില്ല. ഇട്ട മൊത്തം കാശും അങ്ങ് പോയി കിട്ടി. നമ്മുടെ ഓതറായിട്ടുള്ള മോർഗൻ അവിടെയുള്ള ഡീലറിനെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ചോദിച്ചു, അയാൾക്ക് എന്താ ഭ്രാന്താണോ? തലയ്ക്കകത്തൊന്നും ഇല്ലേ? ആ കാശ് മൊത്തം കളഞ്ഞില്ലേ? അപ്പോൾ നമ്മുടെ ഡീലറാണെങ്കിലോ ചില്ലായിട്ട് കൂളായിട്ട് പറഞ്ഞു, അദ്ദേഹം ഇവിടെ വരുന്നത് കാശ് ഡബിളാക്കാനല്ല, അദ്ദേഹത്തിന് ഇതൊരു ഫണ്ണാണെന്ന്. അപ്പം നമ്മുടെ ഓതറായിട്ടുള്ള മോർഗൻ റിയലൈസ് ചെയ്തു, എനിക്ക് ക്രേസി ആയി തോന്നുന്നത് വേറെ ഒരാൾക്ക് നോർമൽ ആകാം. ഓരോ ആളും മണി മാനേജ് ചെയ്യുന്നത് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ഫിയേഴ്സ്, അവരുടെ ഡ്രീംസ് ഒക്കെയാണ് അതിനെ ഷേപ്പ് ചെയ്യുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ക്യാഷ് എടുത്ത് പില്ലോയുടെ അടിയിൽ വെച്ച് വെക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കാസിനോയിൽ പോയിട്ട് ബെറ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഡിഫറെൻറ്റ് ഗെയിംസ്, ഡിഫറെൻറ്റ് റൂൾസ് ആൻഡ് ഡിഫറെൻറ്റ് ഗോൾസ്. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലും കാണുമ്പോൾ അവർ ക്രേസി ആണെന്ന് പറയരുത്, അവർ ഡിഫറെൻ്റ് ആണ്. സോ ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ഇതിലും വലിയ വലിയ കാര്യങ്ങളിലേക്ക് പതിയെ കിടക്കാം. പയ്യെ തിന്നാ പനയും തിന്നാന്നല്ലേ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോ അല്ലെങ്കിൽ മുമ്പത്തെ സ്റ്റോറീസ് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ ചാനലിൽ കയറിയിട്ട് കാണുക, ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇനിയും വരും വീക്കുകളിൽ പുതിയ സ്റ്റോറീസും ഓൾസോ നോട്ട് ജസ്റ്റ് സ്റ്റോറീസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് അപ്ഡേറ്റ്സും ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയും പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ഇത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ATM is not just for withdrawing the cash, it's withdrawing for knowledge. So, signing off from ATM.